ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഈ സമീപത്ത് ഒരു ക്ഷേത്രത്തിൽ ഉത്സവമാണ്. അപ്പോൾ ഇന്ന് കോശയാത്രയൊക്കെ കാണും. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാം. അങ്ങനെ എനിക്കിതിന് വീഡിയോ ഒന്നും എടുക്കാൻ അറിഞ്ഞുകൂടെങ്കിലും നമുക്ക് നോക്കാം. എനിക്കിങ്ങനെ വോയിസ് റെക്കോർഡ് കൊടുക്കാനാണ് ഇഷ്ടം. പക്ഷേ വീട്ടിൻ്റെ സമീപത്ത് ഭയങ്കര സമീപം എന്നാണ് പറയുന്നത്. വീടിൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സൗണ്ട്, ക്ഷേത്രത്തിൻ്റെ ആ ഒരു റെക്കോർഡ്, പിന്നെ കാക്കകൾ, വണ്ടികൾ, റോഡിൻ്റെ സൈഡിലാവുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ വോയിസ് റെക്കോർഡ് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ എണീറ്റ് മുഖമൊക്കെ കഴുകി ഒരു ചായ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് സമയം ഫോണൊക്കെ കളിച്ച് അങ്ങനെയാണ് വിശേഷങ്ങൾ. ചുമ്മാ ഒരു രസം. പിന്നെ ഇവിടെ സാറയുണ്ട്. സാറ ഇവിടെ പോയി. അങ്ങനെ അവളുണ്ട്. സാറ കുട്ടി എടാ ഇത് അമ്മ നട്ട് വളർത്തിയ പൂവാണ്. കുറേ നേരമായി എൻ്റെ അടുത്ത് കാണിച്ചു കൊടുന്ന് പറയാണ്. അങ്ങനെ ചെറിയൊരു പൂന്തോട്ടം, വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. നൈസിലെ മഞ്ഞ കളർ അവരൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാരും. ഇപ്പം പോവായിരുന്നു. മീന് കഞ്ഞി ഈ അടുക്കളയൊന്നും ശരിയല്ല, അതുകൊണ്ടാണ് പിന്നെ എല്ലാം മരിച്ചു. മീനുണ്ട്. മുളകിട്ട മീൻ മീന് അത് ഞാൻ പൊടിക്കാൻ പോണേ. ഫുഡ് അപ്പം അമ്മ മരിച്ചിനി മീന് ചീര ഒക്കെ ഉണ്ടാക്കിയാണ് പിന്നെ കഴിക്കാൻ വേണ്ടി. പിന്നെ പയറും കഞ്ഞിയുണ്ട്. അപ്പം അതൊക്കെ തന്നെ. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ? ഭയങ്കര ഇതാണ്. അടുത്തൊരിത് വാ. നിങ്ങളെ വീട്ടിൽ എങ്ങനെ ഉണ്ടോ പൂച്ചയും പട്ടിയും? എന്താ കൂട്ടുകാര്, മുതിയൊക്കെ കൊല്ലുന്നു. ചുണ്ടരി ഇല പറിക്കാം, ഇലയിൽ തേക്കാം. ഞാൻ അങ്ങനെ തേക്കൊന്നുമില്ല, പക്ഷെ ഇന്ന് ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് കുളിക്കുന്നതിന് മുന്നേ ഒന്ന് തേച്ച് നോക്കാമെന്ന്. അപ്പം അമ്മ ഇലയൊക്കെ പറിക്കുകയാണ്. ചെറിയൊരു ചെമ്പരത്തി മരം അല്ലേ? ഇപ്പോ ഇന്നാ പുച്ചക്കാണോ? 2 മാസമായി. 2 മാസം ആയി നട്ടിട്ട്. അപ്പൊ നമുക്ക് ഈ മുള്ളുണ്ടല്ലോ, ഈ മുള്ള എൻ്റെ കൈ കുത്തി. അപ്പോൾ നമുക്ക് ഇതിനെ അരച്ച് തലയിൽ തേക്കാം. നല്ലതാണ് മുടിക്ക് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അത്തി മരം, ഇതിൻ്റെ അപ്പുറത്ത് കപ്പ. പിന്നെ ഇത് ഇച്ചി ചെടി, ഇച്ചി മരം. എനിക്ക് ഈ ഇച്ചി എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഒരു ഓർക്കിഡും കൂടെ.
അങ്ങനെ ചെമ്പരത്തി താളി ഉണ്ടാക്കാം. എണ്ണയും ചേർക്കും. അമ്മ എണ്ണയില്ലേ? താളി എന്നും ഞാൻ തേക്കുന്നുണ്ട്. ശരിയായി. അപ്പോൾ കോശയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. നല്ല രസമാണ്. ഇപ്പോൾ ഒരു സാധനം കിസ്സുണ്ട്. അപ്പോൾ ചാർജ് ഇല്ലായിരുന്നു ഫോണിൽ. പിന്നെ ഞാൻ ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഞാൻ ഉറങ്ങിയില്ല, അമ്മ ഉറങ്ങി. ഞാൻ ചുമ്മാ ഇരുന്ന് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് താളി തേച്ച് കുളിച്ച് ഇപ്പോൾ ഇതാ ഒരുങ്ങിയിരിക്കുകയാണ് ഘോഷയാത്രയെ കാണാൻ വേണ്ടി. ഘോഷയാത്രയ്ക്ക് വേണ്ടി. എന്നിട്ട് ചായ കുടിച്ച് അപ്പം ഇതൊക്കെ തന്നെ. ഘോഷയാത്രയെ കാണാനില്ല, പെട്ടവും ഇല്ല. കാണാൻ ചാർജിന് കൊണ്ടുവരുന്നില്ല.